അച്ഛന്റെ റൊമാൻസ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തന്നെ വേണ്ടി ഒന്നില്ലേ? അച്ഛന്റെ റൊമാൻസിൽ അമ്മ വീണില്ലെങ്കിലേ ഈ വീട്ടിലെ പണി മൊത്തം നമ്മൾ എടുക്കേണ്ടി വരും. ശരിയാ. ആ ദേ വരുന്ന അച്ഛൻ. അത് ശരി, ഇത്ര പെട്ടെന്ന് വീഴ്ത്തി അമ്മേനെ? നടന്നില്ല. നടന്നില്ലടി, അങ്ങോട്ട് നീങ്ങി. അയ്യേ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ അച്ഛനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്തിനു കൊള്ളാ ചാച്ചനെ? ഇങ്ങോട്ട് എന്തോ ചെയ്യാനാ, ഞാൻ മാക്സിമം ശ്രമിച്ചു ഒരു പരുവത്തിലെത്തി. അമ്മ അതേ വീണില്ല എന്നുള്ളൊരു ലൈനിലെത്തി. അപ്പൊ കുലുകുലാന്ന് ചുമച്ചോണ്ട് ഇക്കിളിയൊക്കെ കൊണ്ട് നിന്റെ അച്ഛമ്മ അങ്ങോട്ട് കയറി വന്നു. എല്ലാം കുറവ്. അല്ലെങ്കിൽ ഈ അച്ഛമ്മ ഒരു കട്ടുറുമ്പല്ല ചൊറിയാമ്പുഴു. കാലത്തൊടി ചൊറിഞ്ഞോണ്ടിരിക്കുക അവിടെ. നിങ്ങളുടെ അമ്മ ഒട്ടും മോശമൊന്നുമല്ല, അവളും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഓ, അച്ഛമ്മേനെ പറഞ്ഞു പിടിച്ചില്ല. നിങ്ങളുടെ അമ്മയെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞാൽ എനിക്കും ചൊറിയുന്നേ. അതിന് അമ്മ പറഞ്ഞാൽ എന്താ തെറ്റ്? സത്യ ഈ അച്ഛനെ അച്ഛമ്മ എടുത്തു സരിതപ്പിച്ചെടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. അത് ശരിയാ. നിങ്ങൾ എന്തൊരു പോം വഴി പറ, ഗുണഗുണാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഒന്ന് റൊമാൻസ് സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെക്കാം. നോ നോ നോ, റൊമാൻസ് എന്നൊരു സാധനം പറയരുത്. വേറെ വല്ല വഴിയുണ്ടേ പറഞ്ഞു. വേറെ എന്ത് വഴി? എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് ചോദിക്കൂ. ഒരു കാര്യം ചെയ്, വലിയ റൊമാൻറ്റിക് സിനിമയാണ് ഇരുന്ന് കാണുക, അതേ നീ നടക്കത്തുള്ളൂ. CBI ഡയറക്ടർ കാണാം. സൂപ്പറാ, ഇരുന്ന് കാണും. അത്ര ഇരുന്ന് കാണും, പഠിക്കുക. എന്നിട്ട് റൊമാൻസിന് പറ്റിയ സിനിമയാ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. കൊളവാക്കിയല്ലേ അവിടെ ചെന്ന്. അത് പാട്ട് മാറ്റി പാടിയാലോ? ഓ പുഷ്പേ പുഷ്പേ നിനക്കൊരു ഗാനം. പോയാലോ നമുക്ക്? ഞങ്ങള് പോട്ടെ. അച്ഛൻ ഇവിടെ നിന്ന് തന്നെ ഒന്ന് പാടി കളിച്ചു. വാ. പ്രണയം എഴുതി ഉണ്ടാക്കിയ മഹാമനുഷ്യരല്ലേ. ഞാനും ആയ കാലത്ത് കുറെ പ്രണയമൊക്കെ കളിച്ചതാ. ഞാൻ അതൊന്നും പറഞ്ഞ് എന്നെ താത്തി കെട്ടാൻ നോക്കണ്ട. അടുത്ത വഴി ഞാൻ കണ്ടുപിടിക്കും. പുഷ്പേ, നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യം പരിയാനം പറ്റ പൂരത്തിൽ പോയത് ഓർമ്മയുണ്ട? എടുത്തോ. വേണ്ട. ഓർമ്മയുണ്ടോ? നിങ്ങളെന്നെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ? ഒന്നുമില്ല, എനിക്കിപ്പോഴേ നമ്മുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഞാൻ അയവറക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ബിസ്ക്കറ്റ് വായിലിട്ടിട്ട് ഇങ്ങനെ അയവറക്കുന്നത്. പറ, നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അങ്ങനെ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിനക്ക് ഓർക്കാൻ പറ്റിയ എന്താ ഉള്ളത്? ഈ വീട്ടിൽ വരുന്നത് വരെ ഓർക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ശരിയാ, അസുഖം പിടിച്ച് കിടക്കുന്നവരെ വരെ പോയി വിസിറ്റ് ചെയ്ത് കൊല്ലുന്ന കാലൻ കലാധരന്റെ ഓർമ്മകൾ നിനക്കുണ്ടാവും. അവിടുത്തെ കാര്യങ്ങളാണല്ലോ ഓർമ്മ വരിക. ഈ അസുഖം വന്നേ ഒന്ന് ഒരു പനി പിടിച്ച് കിടക്കുന്നവനെ പോലും പോയി ഒരാൾ കണ്ടു കഴിയുമ്പോൾ അടി ചത്തുപോകുമല്ലോ. അതാണല്ലോ മിസ്റ്റർ കാലൻ കലാധരൻ. അങ്ങേരുടെ വീട്ടിൽ താമസിച്ച ഓർമ്മകളാണല്ലോ നിനക്കുള്ളത്. എന്നിട്ട് എൻ്റെ അച്ഛൻ ജയിലിലാണ് കിടക്കുന്നത്. അയാൾ ജയിലിൽ കിടക്കാത്തത് എന്നെ പോലെ വിവരമുള്ള ആൾക്കാർ ആ നാട്ടിലില്ലാത്തതുകൊണ്ടാ. ഭയങ്കര ബുദ്ധിയല്ലേ നിങ്ങൾക്ക്? അതേടി, മറച്ചു വെച്ചില്ല. മനുഷ്യരായ ഇത്തിരി ബുദ്ധിയും വിവരമൊക്കെ വേണം. ഇത് ഏതാണ്ട് കുഗ്രാമത്തിൽ വട്ടിക്കാട്ടില് ആൾക്കാർക്ക് ഒരു വിവരവും ഇല്ലാത്ത. ഇതെന്താണ് നിങ്ങളുടെ എപ്പോഴും തല്ലി പിടിച്ചോണ്ടിരിക്കണത്? മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ? പ്രകാശ് ചേട്ടാ, ആ ബിസ്ക്കറ്റിങ് എടുക്ക്. എടുക്ക്. എന്റെ കയ്യില് ഒന്ന് വായിൽ വെച്ചതാ. വേണോ? ചേട്ടാ, നമ്മള് കല്യാണം കഴിഞ്ഞ ആള് ഒരു ഐസ്ക്രീം പാർലറിൽ പോയത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഓർമ്മയുണ്ടോ നിനക്ക്? പിന്നെ അത് അങ്ങനെ മറക്കുക. നമ്മളെ പട്ടാമ്പിന്ന് വരുന്ന വഴി. എന്നിട്ട് ഒരു ഐസ്ക്രീമില് നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ട് ഷെയർ ചെയ്ത് കഴിച്ചത് ഓർക്കുന്നുണ്ടോ?
ഈ കൈതച്ചക്കയുടെ പൈനാപ്പിളിന്റെ ഷേപ്പിൽ പകുതിയിട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു അതിനകത്ത്. ഫ്രൂട്ട് സാലഡ് ആയിരുന്നു, ഫ്രൂട്ട് സാലഡ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലേ അത്? അതിന്റെ പുറത്തൊരു ചെറി ഉണ്ടായിരുന്നു, ഓർമ്മ വേണ്ട, ഒരു വലിയ ചെറി. എന്നിട്ട് നീ ഞാനിവിടെ പപ്പാതി എന്ത് പുഷ്പിക്കലാണത്? ആരെ കാണിക്കാനാണ്? അല്ല, നമ്മള് ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നീ എന്തിനാ വന്നത് കട്ടുറുമ്പായിട്ട്? ആ എന്താന്ന് കട്ടറുമാടിയത്? ഭാര്യ ഭർത്താവാണെങ്കിലേ പുഷ്പിക്കണം എന്നുണ്ടെങ്കിൽ റൂം അടച്ചിട്ട് പുഷ്പിക്കണം. ഇങ്ങനെ പൊതുയിടങ്ങളിൽ എല്ലാവരും കാണുകയല്ല പുഷ്പിക്കുക. നമുക്ക് പുഷ്പിക്കാൻ സ്ഥലമൊന്നും വേണ്ട, ഞങ്ങൾ എവിടെ നിന്ന് പുഷ്പിക്കും. അല്ല, ഇവളിങ്ങോട്ട് കയറി വന്നതും പോരാ, എന്നിട്ട് ഇവിടെ തട്ടിപ്പ് വർത്താനം നോക്കിയേ. ഓടി, ഞങ്ങൾ പുഷ്പയും പ്രകാശനുമാണ്, ഞങ്ങൾ എവിടെയും പുഷ്പിക്കും. നാടില്ലല്ലേ, ചമ്മിപ്പോയി ചമ്മിപ്പോയി. ശരിക്കും നിനക്ക് ഓർമ്മയുണ്ടോ ഐസ്ക്രീം കഴിച്ചത്? ഏത് ഐസ്ക്രീം? കല്യാണം കഴിഞ്ഞ് പോയിട്ട് പട്ടാമ്പിയിൽ. ആ, അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് മാത്രം മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിച്ചതല്ലേ? ഞാൻ അവളുടെ മുമ്പിൽ പറഞ്ഞപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞാന്നാ വിചാരിച്ചത്. ഞാൻ അല്ലേ? അത് ഞാൻ പറയണ ഒരു ജന്മം കൂടി ജനിച്ചു വരണം. എടി, ഇനിയെങ്കിലും നന്നായിട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു വിടടി. എന്ത് ചിന്തിക്കുമ്പോഴും അതിന്റെ ദോഷവശമേ ചിന്തിക്കാവുള്ളൂ കേട്ടോ.